രാത്രി, ഇരുട്ട് കട്ട പിടിച്ച രാത്രി. ചുറ്റിനും മരങ്ങൾ ഇടത്തൂർന്ന് വളർന്നു നിൽക്കുന്ന വിജന പ്രദേശം. ആൾക്കൂട്ടത്തിനിടയിൽ ഒറ്റപ്പെട്ടു പോയ ഒരു കുട്ടിയെ പോലെ നഗരത്തിന്റെ തിരക്കിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്ന ഒരു ഇരുനില കെട്ടിടം. പെട്ടെന്ന് കാറ്റു വീശി. തണുത്ത കാറ്റ് ഒരു മഴ പെയ്യുവാനുള്ള സൂചന നൽകും പോലെ. ഒരു ദുർമന്ത്രവാദിനി മുടിയഴിച്ചിട്ടാടുന്നത് പോലെ കാറ്റിൽ കരിയിലകൾ കെട്ടിടത്തിന്റെ ചുറ്റിനും പാറിപ്പറന്നു. കാറ്റിന് അകമ്പടി എന്നോണം ഇടിയും മുഴങ്ങി. ആകാശത്തിന്റെ കറുത്ത ഹൃദയത്തിൽ കൊള്ളിമീനുകൾ വിറച്ചു പാഞ്ഞു. ആ ഇടിമുഴക്കത്തിൽ കെട്ടിടം വിറച്ചതുപോലെ അനുഭവപ്പെട്ടു. അവിടെ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ വൃത്താകൃതിയിലുള്ള ഒരു ഹാൾ ഉണ്ടായിരുന്നു. അതിന് നടുഭാഗത്ത് വലിയൊരു പുസ്തകം നിവർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനു ചുറ്റും ചുവന്ന മെഴുകുതിരികൾ കത്തിക്കൊണ്ടിരുന്നു. ആ മെഴുകുതിരി വെട്ടത്തിന് ചുറ്റും കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച് കുറെ പേർ നിൽക്കുന്നുണ്ടായിരുന്നു. മെഴുകുതിരിയുടെ ജ്വാലകൾ അവരുടെ മുഖത്തേക്ക് പരന്നിട്ടുണ്ടായിരുന്നു. ആരെയോ കാത്തു നിൽക്കുകയായിരുന്നു അവർ. പൊട്ടിയ ജനാലയുടെ വിടവിലൂടെ കടന്നു വന്ന കാറ്റിൽ ആ പുസ്തകത്തിന്റെ താളുകൾ മറിഞ്ഞുകൊണ്ടിരുന്നു. മുറിയിലുണ്ടായിരുന്നവർ ഏതൊക്കെയോ ചില മന്ത്രങ്ങൾ ഉരുവിടുന്നുണ്ടായിരുന്നു. പുറത്തപ്പോൾ വീണ്ടും ഇടിമുഴങ്ങി. അകത്തേക്ക് പാളി വന്ന മിന്നലിന്റെ തിളക്കത്തിൽ ആ മുറിയിലേക്ക് കടന്നു വന്ന ആളുടെ രൂപം വ്യക്തമായിരുന്നു. കറുത്ത വസ്ത്രം ധരിച്ച ഒരാൾ, ആജാനുബാഹു. അയാൾ ധരിച്ചിരുന്ന മേൽവസ്ത്രത്തിന്റെ കൈഭാഗം അനാവൃതമായിരുന്നു. അതുകൊണ്ട് അവിടെ പച്ച കുത്തിയ ചിത്രങ്ങൾ തെളിഞ്ഞ് കാണാമായിരുന്നു. അയാൾ എത്തിയതോടെ മുറിയിലെ മന്ത്രോച്ചാരണങ്ങൾ ഉച്ചസ്ഥായിലാണ്. ആരായിരുന്നു അയാൾ? എന്താണ് അവിടെ നടക്കുന്നത്? അയാളുടെ പേര് റിയാൻ സിഗ്വാർ എന്നായിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ സാത്താനിക് ചർച്ചിന്റെ സഹസ്ഥാപകനായ റിയാൻ സിഗ്ലാർ. അയാൾ ചെയ്യാൻ ആരംഭിച്ചത് സാത്താനിക പൂജകളായിരുന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. പല അടരുകളുള്ളതാണ് എല്ലാവരുടെയും ജീവിതം. നിഴലും നിലാവും കരിപൂശിയ രാവും ഇടകലർന്ന് പരന്നൊഴുകുന്ന ഒരു ക്യാൻവാസിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ളതാണ് പലരുടെയും ജീവിതം. ഒരേ താളത്തിലും ആരോഹണത്തിലും പാടുന്ന ഗാനം പോലെയല്ല അത്. ഇടയ്ക്ക് മൃദുവായും മറ്റു ചിലപ്പോൾ ഉച്ചസ്ഥായിലും വേറെ ചിലപ്പോൾ അവരോഹണത്തിലും അത് പാടിക്കൊണ്ടിരിക്കും. മന്ത്രവാദിയും സാത്താനികവാദിയുമായിരുന്ന റിയാന്റെ കഥയും ഭിന്നമല്ല. വിശ്വാസികളായ മാതാപിതാക്കളുടെ മകനായി പിറന്ന് വളർന്നു വന്നതായിരുന്നു അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം. റിയാന്റെ മാതാപിതാക്കൾ ഉത്തമ ക്രൈസ്തവ വിശ്വാസികളായിരുന്നു. മരിക്കുന്നതുവരെ ദേവാലയ കാര്യങ്ങളിൽ മുടക്കം വരുത്താത്ത പിതാവ്, അപ്പനേക്കാൾ ഭക്തകാര്യങ്ങളിലും ആത്മീയ കാര്യങ്ങളിലും തീക്ഷ്ണമതിയായ മാതാവ്. സ്വാഭാവികമായും റിയാനും ആ വഴിയാണ് വളർന്നു വന്നത്. എല്ലാ ഞായറാഴ്ചയും ദേവാലയത്തിൽ പോവുകയും മതബോധന ക്ലാസുകളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്ന ബാല്യകാലം റിയാന്റെ ഓർമ്മയിലുണ്ട്. ഹൈസ്കൂൾ കാലം വരെ എല്ലാം ശാന്തമായിരുന്നു. പക്ഷേ വലിയൊരു പ്രക്ഷുബ്ധതയ്ക്ക് മുമ്പുള്ള ശാന്തത മാത്രമായിരുന്നു അത്. ഹൈസ്കൂൾ കാലം എത്തിയപ്പോഴേക്കും റിയാന്റെ മനസ്സിനെ എന്തെല്ലാമോ ചില അസ്വസ്ഥതകൾ പിടികൂടുകയും ഇപ്പോഴുള്ള ആരാധനകളിലോ പ്രാർത്ഥനകളിലോ അല്ല ദൈവമുള്ളതെന്ന തെറ്റിദ്ധാരണ അയാളിൽ ശക്തമാവുകയും ചെയ്തു. ഉള്ളിൽ ദൈവത്തെ അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല. അതായിരുന്നു അയാളുടെ പ്രശ്നം. അതുകൊണ്ട് അയാൾ മറ്റു പള്ളികളിൽ ദൈവത്തെ അന്വേഷിക്കുവാൻ തുടങ്ങി. മറ്റു പല ആചാരങ്ങളിലും ദൈവത്തെ കണ്ടെത്തുവാൻ ശ്രമിച്ചു. ദൈവത്തെ അയാൾക്ക് അറിയില്ലായിരുന്നു. പക്ഷേ അയാൾക്ക് ബൈബിൾ നല്ലതുപോലെ അറിയാമായിരുന്നു. റിയാന് അന്ന് 20 വയസ്സായിരുന്നു പ്രായം. തിരുവെഴുത്തുകൾ മനസ്സിലാക്കിയിട്ടും ദൈവത്തെ അറിയാൻ കഴിയാതെ പോകുന്നത് വലിയൊരു പോരായ്മയായി റിയാന് അനുഭവപ്പെട്ടിരുന്നു. മാത്രവുമല്ല, മതം ബൈബിൾ പറയുന്നത് പോലെ പ്രവർത്തിക്കാത്തതിന്റെ ആത്മസംഘർഷങ്ങളും റിയാൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ജീവിതത്തിലെ ആദ്യത്തെ വഴിത്തറ്റൽ സംഭവിച്ചത്. അതാണ് ആഭിചാര ക്രിയകളിലേക്ക് അയാളെ നയിച്ചത്. അങ്ങനെ 15 വർഷം അയാൾ ജീവിച്ചു. ജീവിതത്തിൽ ക്രിയാത്മകമായി ചെയ്യാമായിരുന്ന യൗവനത്തിന്റെ നല്ല കാലം മുഴുവൻ അയാൾ അപ്രകാരം അധമ പ്രവർത്തികളിൽ ഏർപ്പെട്ട് ജീവിച്ചു. ഷാമാൻ ആയാണ് റിയാൻ ജീവിതത്തിന്റെ ഈ ഘട്ടം നയിച്ചത്. മന്ത്രവാദിയെന്നോ ആത്മീയ ചികിത്സകനെന്നോ ഗോത്ര പുരോഹിതൻ എന്നൊക്കെ ഷാമാൻ എന്ന വാക്കിന് അർത്ഥമുണ്ട്. മന്ത്രം ചൊല്ലിയും നൃത്യങ്ങളുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനും കഴിയുന്ന പുരോഹിതനാണ് ഷാമാൻ. ഷാമാനായുള്ള ജീവിതം അയാളുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിച്ചു. ഷാമാന് ആത്മാക്കളുമായി സംസാരിക്കുവാനും രോഗങ്ങൾ ആത്മീയ രീതിയിൽ സുഖപ്പെടുത്തുവാനും ഭാവി പ്രവചിക്കുവാനും കഴിയുമെന്നാണ് വിശ്വാസം.
ഷാമനിസം ആഫ്രിക്കയിലെ പല ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ വ്യാപകമാണ്. ധ്യാനാവസ്ഥയിലേക്കോ അതീന്ദ്രിയാവസ്ഥയിലേക്കോ ഷാമാൻ പ്രവേശിക്കുകയും ദേവതകളോ ആത്മാക്കളോ വഴി ലഭിക്കുന്ന സന്ദേശം അയാൾ വിശ്വാസികൾക്ക് കൈമാറുകയോ ചെയ്യുന്നതാണ് ഇവിടുത്തെ പ്രധാനമായ രീതി. മതമായി ഷാമനിസത്തെ ആരും അംഗീകരിക്കുന്നില്ലെങ്കിലും വിവിധ സംസ്കാരങ്ങളിൽ, വിവിധ രൂപങ്ങളിൽ ആത്മീയ പ്രയോഗങ്ങളുടെയും ആചാരങ്ങളുടെയും കൂട്ടായ്മയായി ഇത് കണക്കാക്കപ്പെടുന്നുണ്ട്. ആഫ്രിക്കയുടേതുപോലെയുള്ള ബഹുവൈവിധ്യ സംസ്കാര ഭൂമികയിൽ ഷാമാനുള്ള പ്രസക്തി വളരെ കൂടുതലാണ്. രാവിലെ ഉറക്കമുണരുന്നത് മുതൽ രാത്രി ഉറങ്ങാൻ പോകുന്നതുവരെ റിയാന്റെ ജീവിതം അങ്ങനെയായിരുന്നു. വിവിധ തരം കർമ്മങ്ങൾ, ആഭിചാര ക്രിയകൾ, ആത്മാക്കളെ ക്ഷണിച്ചു വരുത്തൽ, സന്ദേശം കൈമാറൽ, അതൊക്കെയായിരുന്നു ഷാമാൻ ചെയ്തുകൊണ്ടിരുന്നത്. ദൈവത്തിന്റെ അനുമതിയില്ലാതെ ആത്മലോകത്തിൽ പ്രവേശിക്കുകയും ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നിയമവിരുദ്ധമായ ആത്മലോകത്തിലേക്കാണ് പ്രവേശിക്കുന്നത് എന്ന് താൻ മനസ്സിലാക്കിയിരുന്നില്ല എന്നാണ് റിയാൻ ആ കാലത്തെക്കുറിച്ച് പശ്ചാത്താപത്തോടെ ഏറ്റുപറയുന്നത്. ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു എന്ന വ്യാജേനയും പണത്തിനു വേണ്ടി മന്ത്രവാദം ചെയ്ത് ജീവിച്ചു തുടങ്ങുകയായിരുന്നു റിയാൻ. എന്നാൽ ഈ ആഭിചാര ക്രിയകളും മന്ത്രവാദങ്ങളും സാത്താൻ ആരാധനയിലേക്കുള്ള കൂടുതൽ വിശാലമായ ലോകം തുറന്നു തരികയാണ് ചെയ്യുന്നതെന്ന് അയാൾ അറിഞ്ഞിരുന്നില്ല. പക്ഷേ സംഭവിച്ചത് അതായിരുന്നു. ഞാൻ പിശാചിനു വേണ്ടി പ്രവർത്തിക്കുകയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. യഥാർത്ഥത്തിൽ ഞാൻ കരുതിയത് മറ്റുള്ളവരെ സഹായിക്കുകയും അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകുകയാണെന്നുമായിരുന്നു. റിയാൻ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് അങ്ങനെയാണ്. അങ്ങനെയിരിക്കെയാണ് റിയാൻ ഒരു ചോദ്യം നേരിട്ടത്. സാത്താൻ ബൈബിൾ വായിച്ചിട്ടുണ്ടോ എന്നതായിരുന്നു ആ ചോദ്യം. 2016 ആയിരുന്നു ആ ചോദ്യം നേരിടേണ്ടി വന്നത്. ഇല്ല എന്നായിരുന്നു റിയാന്റെ മറുപടി. സാത്താൻ ബൈബിൾ വായിക്കാൻ താല്പര്യമുണ്ടോ? അതായിരുന്നു അടുത്ത ചോദ്യം. മറുപടി പറയാൻ റിയാൻ അല്പം വൈകി. പിന്നെ സംശയലേശ്യമന്യേ താല്പര്യം ഉണ്ട് എന്ന് മറുപടി നൽകി. അങ്ങനെ പറയാൻ തന്നെ പ്രേരിപ്പിച്ച കാരണത്തെക്കുറിച്ച് റിയാൻ വിശദമാക്കുന്നത് ഇങ്ങനെയാണ്. 2001 2002 ആണ് ഈ ചോദ്യം എന്നോട് ആരെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഇല്ല എന്ന് തന്നെ മറുപടി പറയുമായിരുന്നു. കാരണം അപ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഭാഗമായി തുടരുകയായിരുന്നുവല്ലോ. എന്നാൽ ഇക്കഴിഞ്ഞ കാലത്തിനിടയിൽ ജീവിതത്തിലും സമീപനങ്ങളിലും മാറ്റമുണ്ടായി. നിഗൂഢമായ മറ്റു പല കാര്യങ്ങളിലും പലതരം വിചിത്ര ആചാരാനുഷ്ഠാനങ്ങളിലും താല്പര്യം വർദ്ധിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു ഇത്. അന്ന് നൽകിയ യെസ് മറുപടിയിലൂടെ സാത്താനിക മതത്തിലേക്കുള്ള ഒരു വാതിൽ റിയാന് തുറന്നു കിട്ടുകയായിരുന്നു. പിന്നീടുള്ള 20 വർഷം അതിലാണ് അയാൾ ജീവിച്ചത്. ഇതാവട്ടെ പിന്നീട് സൗത്ത് ആഫ്രിക്കൻ സാത്താനിക് ചർച്ചിന്റെ നേതാവും സ്ഥാപകനും വരെയുള്ള നിലകളിൽ അദ്ദേഹത്തെ കൊണ്ടുചെന്നെത്തിക്കുകയും ചെയ്തു. 2020 ഫെബ്രുവരിയിലായിരുന്നു സൗത്ത് ആഫ്രിക്കൻ സാത്താനിക് ചർച്ചിന് റിയാൻ രൂപം കൊടുത്തത്. ആഡ്രി നോർട്ടൺ സഹസ്ഥാപകയുമായി. കേപ്പ് ടൗണിൽ ആരംഭിച്ച ആദ്യത്തെ സാത്താനിക ചർച്ച് ഇതായിരുന്നു. 1966 ആന്റൺ ലെവിയാണ് അമേരിക്കയിൽ ചർച്ച് ഓഫ് സാത്താൻ ആദ്യമായി ആരംഭിച്ചത്. സാത്താൻ എന്ന പ്രതീകത്തെ ആധാരമാക്കിയുള്ള ഒരു ആശയധാരയോ മതപരമായ ദാർശനികമായോ ഉള്ള നിലപാടുകളുടെ സമുച്ചയമോ ആണ് സാത്താൻ ആരാധന. വ്യക്തി സ്വാതന്ത്ര്യം, ആഗ്രഹ സാക്ഷാത്കാരം, സ്വയം കേന്ദ്രീകൃതമായ ജീവിതം എന്നിവയെല്ലാം സാത്താനിസത്തിന്റെ ഭാഗമാണ്. 1969 സാത്താനിസത്തിന്റെ ഭാഗമായി സാത്താനിക് ബൈബിൾ അവർ പുറത്തിറക്കിയത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സാത്താനിക ആരാധനകൾ വൈകാതെ പടർന്നു പിടിച്ചു. സാത്താനെ ആരാധിക്കുവാൻ വേണ്ടി സാത്താനിക് ചർച്ചുകളും ആരംഭിച്ചു. അതിലൊന്നായിരുന്നു റിയാൻ ആരംഭിച്ച സൗത്ത് ആഫ്രിക്കൻ സാത്താനിക് ചർച്ച്. സാത്താനെ കുറിച്ച് ജനസമൂഹത്തിൽ ആഴത്തിൽ വേരോടിയിരിക്കുന്ന ധാരണകളെ തിരുത്തുക എന്നതായിരുന്നു സൗത്ത് ആഫ്രിക്കൻ സാത്താനിക് ചർച്ച് ആരംഭിക്കുവാൻ തങ്ങളെ പ്രേരിപ്പിച്ചതെന്നാണ് റിയാന്റെ അവകാശവാദം. ക്രൈസ്തവ വിശ്വാസികൾക്കിടയിലുള്ള സാത്താനിക വിശ്വാസങ്ങളെ അടിമുടി മാറ്റി പ്രതിഷ്ഠിക്കുന്ന വിധത്തിലാണ് സാത്താനിക ആരാധകർ സാത്താനെ കുറിച്ചുള്ള ചിന്തകൾ അവതരിപ്പിക്കുന്നത്. സാത്താനെ തങ്ങളുടെ അഭിമാനത്തിന്റെ പ്രതീകമായും സ്വാതന്ത്ര്യത്തിന്റെയും വ്യക്തിവാദത്തിന്റെയും വാക്താവുമായിട്ടാണ് സാത്താനെ അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യവാദികളും അരാജകത്വവാദികളും സാത്താനിക് ആരാധനയോട് ആഭിമുഖ്യമുള്ളവരായി മാറി. എന്തും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം, നന്മയോ തിന്മയോ അവിടെ ഇല്ലാതായി. മറിച്ച് തങ്ങൾക്ക് തോന്നുന്നതെന്തും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ആഘോഷിക്കലായി അത് മാറി. സാത്താനിക് ബൈബിളിലെ 9 നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു റിയാന്റെ സാത്താനിക് ചർച്ചും സ്ഥാപിതമായത്. സാത്താനിസ്റ്റുകളുമായി ചേർന്ന് സാത്താൻ ആരാധനയുടെ വിവിധ രീതികളിൽ മുഴുകി ജീവിക്കുന്ന കാലത്ത് വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ക്രിസ്തുവുമായുള്ള റിയാന്റെ നേർക്കുനേരെയുള്ള അഭിമുഖീകരണം. അംഗങ്ങൾ ചേർന്ന് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയതിനു ശേഷം സാത്താൻ മതത്തിലേക്ക് കൂടുതൽ അംഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് അവർ പ്രവർത്തനങ്ങളെ വിലയിരുത്തി.
മതം വളരുകയാണെന്ന് അവർ സന്തോഷത്തോടെ തിരിച്ചറിഞ്ഞു. പക്ഷേ വളർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. അതിനാവശ്യം റിയാൻ ഒറ്റയ്ക്ക് ഒരു കർമ്മം നടത്തുക എന്നതായിരുന്നു. വ്യക്തിപരമായ ഒരാഗ്രഹം കൂടി റിയാൻ ഉണ്ടായിരുന്നു. സാത്താനിക ആരാധനയിലൂടെ കൂടുതൽ പണവും അധികാരവും സ്വാധീനവും ലഭിക്കുക. അന്ന് അയാൾ സാത്താനിക കർമ്മം അനുഷ്ഠിക്കുവാൻ തുടങ്ങുമ്പോഴാണ് മഴ പെയ്തു തുടങ്ങിയത്. കാറ്റും ഇടിയും വന്നു. എന്നാൽ അതിനെല്ലാം അപ്പുറമായി ശ്രദ്ധേയമായ ഒരു മാറ്റം അവിടെയെങ്ങും സംഭവിച്ചതുപോലെ റിയാന് തോന്നി. വിചിത്രമായ ആചാരത്തിന് തയ്യാറെടുക്കുമ്പോൾ അമാനുഷികമായ എന്തോ അവിടെ സംഭവിച്ചിരിക്കുന്നുവെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. മെഴുകുതിരി കത്തിക്കുവാൻ തുടങ്ങിയപ്പോൾ ഞാൻ കർമ്മം ചെയ്യുന്ന മുറി മുഴുവൻ പെട്ടെന്ന് വെളിച്ചം കൊണ്ടു നിറഞ്ഞു. ഞാൻ ആദ്യം ചിന്തിച്ചത് ഒന്നുകിൽ എന്നെ മറ്റ് അംഗങ്ങൾ കളിയാക്കുകയാണെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ നിരീക്ഷിക്കുകയാണെന്നോ ആയിരുന്നു. എന്നാൽ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാര്യങ്ങൾ അതിശയപ്പെടുത്തുന്നതായിരുന്നു. റിയാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു ക്രിസ്തു അവിടെ നിൽക്കുന്നതായി കണ്ടു. പക്ഷേ അത് യേശു ആണെന്ന് റിയാന് അറിയില്ലായിരുന്നു. അപ്പോൾ റിയാൻ ആ രൂപത്തോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? നസ്രായനായ യേശു, അതായിരുന്നു ആ മറുപടി. ആ കാഴ്ച ഒരു വ്യക്തിയല്ല എന്ന് ആ നിമിഷങ്ങളിൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്നിട്ടും എന്താണ് അല്ലെങ്കിൽ ആരാണ് തന്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് അറിയാതെ അദ്ദേഹം ആശയക്കുഴപ്പത്തിലായി. യേശു തന്നെ വെളിപ്പെടുത്തിയെങ്കിലും സ്വിഗ്ലർ ഈ ആശയം നിരസിക്കുകയും ക്രിസ്തു നിലവിലുണ്ടെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. താൻ പിശാചിനെയല്ല നേരിടുന്നതെന്ന് റിയാന് മനസ്സിലായിരുന്നു. താങ്കൾ ഇങ്ങനെ മനുഷ്യർക്ക് പ്രത്യക്ഷപ്പെടാറുണ്ടോ എന്നാണ് റിയാന്റെ മനസ്സിലൂടെ കടന്നുപോയ ആദ്യ ചോദ്യം. അതുകൊണ്ട് സംശയ നിവൃത്തിക്കായി റിയാൻ വീണ്ടും ചോദിച്ചു, നീ ആരാണ്? യേശു വീണ്ടും പറഞ്ഞു, നസ്രായനായ യേശു. റിയാൻ നടുങ്ങി. അയാളുടെ ഓർമ്മയിലേക്ക് പള്ളിയും വേദപാഠ ക്ലാസുകളും കടന്നു വന്നു. എങ്കിൽ അത് തെളിയിച്ചു തരൂ, വെല്ലുവിളിക്കും പോലെ റിയാൻ ആവശ്യപ്പെട്ടു. ആ നിമിഷത്തെക്കുറിച്ച് റിയാൻ പിന്നീട് പറഞ്ഞത് ഇങ്ങനെയാണ്. He flooded me with so much love. I remember I actually fell to my knees because I couldn't stay standing up. And as it said, every knee shall bow. That's definitely the truth. You can't contain yourself in that presence. But the whole world went quiet. And it was like somebody turned off the sound of the world. And I just sat on the floor in that quietness and that feeling of love. അപ്പോഴാണ് അവൻ എന്നെ സ്നേഹം കൊണ്ട് നിറച്ചത്. അത് അവിശ്വസനീയമായിരുന്നു. എല്ലാം നിലച്ചു, എല്ലാം നിശബ്ദമായി. ആ സ്നേഹത്തിൽ ഞാൻ പൂർണ്ണമായും ആശ്ലേഷിക്കപ്പെട്ടു. ഞാൻ ഞെട്ടിപ്പോയി. അതെ, താൻ ആരാണെന്ന് തെളിയിക്കുവാൻ സിഗ്ലർ യേശുവിനോട് ആവശ്യപ്പെട്ടപ്പോൾ അവിടെ സംഭവിച്ചത് അലൗകികമായ ഒരു അനുഭവമായിരുന്നു. യേശുവിന്റെ സ്നേഹത്താൽ റിയാൻ നിറയപ്പെടുകയായിരുന്നു. ആ സ്നേഹം അദ്ദേഹത്തെ കീഴടക്കുകയായിരുന്നു. ദൈവസ്നേഹത്തിന്റെ സാന്നിധ്യത്തിന് മുൻപിൽ നിൽക്കുവാൻ കഴിയാതെ റിയാൻ യഥാർത്ഥത്തിൽ വീണുപോയി. ആ അനുഭവം 1-2 മിനിറ്റിൽ കൂടുതൽ നീണ്ടു നിന്നില്ലെങ്കിലും അതിന്റെ ആഘാതം ആഴത്തിലുള്ളതായിരുന്നു. ലോകം മുഴുവൻ നിശബ്ദമായതുപോലെ. ആ ശാന്തതയിലും സ്നേഹത്തിന്റെ വികാരത്തിലും റിയാൻ തറയിൽ ഇരുന്നുപോയി. യേശുവിന്റെ അനിർവചനീയമായ സ്നേഹം ഉള്ളിൽ നിറഞ്ഞ നിമിഷം റിയാനെ സംബന്ധിച്ചിടത്തോളം പുനർജന്മമായി, വീണ്ടും ജനനമായി. അതുവരെ തനിക്ക് അറിയാമെന്ന് കരുതിയതെല്ലാം പെട്ടെന്ന് അയാൾക്ക് ഇല്ലാതായി. ലോകത്തിന്റെ നേട്ടങ്ങളിലും വിജയങ്ങളിലും താൻ സന്തുഷ്ടനാണെന്നായിരുന്നു അതുവരെയുള്ള അയാളുടെ ചിന്ത. എന്നാൽ ക്രിസ്തുവുമായി നേർക്കുനേരെ കണ്ട ആ നിമിഷം മുതൽ താൻ നേടിയെടുത്ത വിജയങ്ങളുടെയും മനുഷ്യനെന്ന നിലയിൽ താൻ സ്വന്തമാക്കിയ വിജയങ്ങളുടെ പരിമിതിയും അയാൾ മനസ്സിലാക്കി. ക്രിസ്തുവിനോളവും ക്രിസ്തുവിന് മാത്രം നികത്തുവാൻ കഴിയുന്നതുമായ ഒരു ശൂന്യതയും പേറിയാണ് താൻ ജീവിച്ചിരുന്നതെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. ഇരുട്ടിലൂടെയായിരുന്നു അയാളുടെ യാത്ര. കൈവശമുണ്ടായിരുന്ന എല്ലാ വിളക്കുകളും ഊതിയണച്ച് സ്വയം തിരഞ്ഞെടുത്ത വഴിയിലൂടെയായിരുന്നു അയാൾ കടന്നു പോയതും. എവിടെയെങ്കിലും എത്തിച്ചേരുമെന്നും എന്തെങ്കിലും ആയി തീരുമെന്നും കരുതിക്കൊണ്ടായിരുന്നു അയാൾ യാത്ര ചെയ്തിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായ ഒന്നാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അയാൾ നടന്നുപോയ വഴികളിൽ പെട്ടെന്ന് വെളിച്ചം നിറഞ്ഞിരിക്കുന്നു. ഇരുട്ട് അപ്രത്യക്ഷമായിരിക്കുന്നു. വെളിച്ചത്തിന് മുന്നിൽ ഇരുട്ടിന് നിലനിൽക്കാനാവില്ലെന്ന് അയാൾ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. അതൊരു കണ്ടെത്തലിന്റെ നിമിഷമായി. ഇരുട്ടിന്റെ ആഘോഷങ്ങളിൽ മുഴുകിയവൻ പിന്നീട് വെളിച്ചത്തിന്റെ ഉത്സവങ്ങൾ കൊണ്ടാടുന്നതിലേക്ക് പരിവർത്തിക്കപ്പെടുകയായിരുന്നു. ആ നിമിഷം ഇരുളിന്റെ പ്രകൃതങ്ങൾക്കൊത്ത് ജീവിതത്തിന്റെ സന്തോഷങ്ങളിൽ മുഴുകിയവൻ പ്രകാശത്തിന്റെ കുത്തൊഴുക്കിൽ
വിസ്മയഭരിതനായി കൈകൂപ്പി നിന്നു. ജീവജലത്തിന്റെ ഉറവകൾ ഉപേക്ഷിച്ച് പൊട്ടക്കിണറ്റിന്റെ പിന്നാലെ പോയവൻ യഥാർത്ഥ ജീവന്റെ ഉറവയിലേക്ക് തിരികെ എത്തിയ നിമിഷമായി അത് മാറുകയായിരുന്നു. മാനസാന്തരം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകുമെന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തിയതുപോലെ സ്വർഗം സന്തോഷിച്ച നിമിഷമായിരുന്നു അത്. റിയാന്റെ ജീവിതം അവിടെ മുതൽക്കാണ് നേർരേഖയിലേക്ക് സഞ്ചരിച്ചു തുടങ്ങിയത്. ഇന്നലെ വരെ അയാൾ ക്രമം തെറ്റി ഓടുന്ന ഒരു ഘടികാരമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആദ്യമായി അയാളിലെ നേരിന്റെ സമയ സൂചികകൾ ചലിച്ച് തുടങ്ങിയിരിക്കുന്നു. തികച്ചും അവിശ്വസനീയമായിട്ടായിരുന്നു ക്രിസ്തുവുമായുള്ള റിയാന്റെ കൂടിക്കാഴ്ച. സാത്താനിക ആരാധന നടത്തുവാൻ തുടങ്ങവേ ക്രിസ്തു നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ആ ജീവിതത്തെ നെടുകയും കുറുകയും ഛേദിച്ചു കളയുകയും ചെയ്ത ഇതുപോലെയൊരു സംഭവം മറ്റൊരിടത്തും ഉണ്ടായിട്ടുണ്ടാവില്ല. ബില്ലി ഹാലോവിന്റെ പ്ലേഗ് വിത്ത് ഫയർ എന്ന പോഡ്കാസ്റ്റിലാണ് റിയാന്റെ മാനസാന്തര കഥ പ്രത്യക്ഷപ്പെട്ടത്. സാത്താൻ ആരാധനയെക്കുറിച്ചും സാത്താൻ ആരാധകരെ കുറിച്ചും ഞെട്ടിക്കുന്ന പല വിവരങ്ങളാണ് റിയാൻ പങ്കുവെക്കുന്നത്. ഏറെ വർഷം സാത്താൻ മതത്തിന്റെ ഭാഗമായി കഴിഞ്ഞിരുന്ന റിയാൻ അതേക്കുറിച്ച് വെളിപ്പെടുത്തുന്ന പല കാര്യങ്ങളും നമ്മെ ഞെട്ടിക്കുക മാത്രമല്ല, അവയ്ക്കെതിരെ മുൻകരുതലെടുക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നവയുമാണ്. സാത്താൻ ആരാധകർ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് റിയാൻ പറഞ്ഞ കാര്യങ്ങൾ നമുക്കിനി മനസ്സിലാക്കാം. എന്തുകൊണ്ട് വളരെ പെട്ടെന്ന് സാത്താനിസത്തിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുന്നു എന്നതിന് റിയാൻ പറയുന്ന വിശദീകരണം ഇതാണ്. 90% of people that wanted to get involved in the occult with Satanism came from a background where they were hurt by Christianity, where they were hurt by churches. So, and if we look at the Satanic Bible and the way it's written, it will actually appeal to that person who carries those wounds. മുറിവേറ്റവരും തകർന്നവരുമായ ആളുകളെയാണ് സാത്താനിസം കൂടുതലായി ആകർഷിക്കുന്നത്. ഉള്ളിലുള്ള ഫാന്റസികളെ തൃപ്തിപ്പെടുത്തുവാനും ലോകത്തോടും മനുഷ്യരോടും ദൈവത്തോടും മുഴുവൻ പകയുമായി ജീവിക്കുന്നവരും പെട്ടെന്ന് തന്നെ ഈ വലയിൽ കുരുങ്ങുന്നു. ചിലന്തിയുടെ വലയിൽ കുടുങ്ങുമെന്ന് അറിയാതെ ചെന്ന് കുടുങ്ങുന്ന ചെറു പ്രാണികളെ പോലെയാണ് സാത്താൻ മതത്തിന്റെ വലയിൽ കുടുങ്ങുന്നവരുടെ അവസ്ഥ. മാത്രവുമല്ല, തങ്ങൾ വിചിത്രരാണെന്ന തോന്നൽ അവരിൽ ഉണ്ടാകുകയും സ്വയം ദിവ്യത്വം അവരിൽ ആരോപിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ അവസ്ഥയിൽ ദൈവത്തെ ഓരോ മനുഷ്യനിലും ഊർജമായും ലൂസിഫറിനെ ഒരു ശക്തിയുമായിട്ടാണ് അക്കാലത്ത് റിയാൻ കണ്ടിരുന്നത്. പല സാത്താനിക വാദികളും അവകാശപ്പെടുന്നത് തങ്ങൾ നിരീശ്വരവാദികളാണെന്നാണ്. പിശാച് നിലവിലില്ല എന്ന ആശയമാണ് അവർ അവതരിപ്പിക്കുന്നത്. എന്നാൽ ഇത് തെറ്റാണ്. സാത്താൻ ഒരു യഥാർത്ഥ ആത്മീയ സത്തയാണ് എന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. ദൈവത്തിനെതിരെ കലഹിച്ചതിന്റെ പേരിൽ ഭൂമിയിലേക്ക് പതിച്ച ദൂതനായ സാത്താൻ ഒരു കെട്ടുകഥയോ പ്രതീകമോ അല്ല, മറിച്ച് വ്യക്തിത്വമുള്ള ആത്മീയ സൃഷ്ടിയാണ്. പ്രലോഭകനായും നുണയുടെ പിതാവായും ഈ ലോകത്തിന്റെ രാജാവുമായിട്ടാണ് ബൈബിൾ സാത്താനെ അവതരിപ്പിക്കുന്നത്. ദൈവത്തിൽ നിന്ന് മനുഷ്യരെ അകറ്റുവാനാണ് സാത്താൻ ശ്രമിക്കുന്നത് എന്ന് സഭ പഠിപ്പിക്കുന്നു. ദൈവം പരമാധികാരിയും സാത്താൻ പോലും അവിടുത്തെ സൃഷ്ടിയാകിയാൽ അതിന്റെ ശക്തി പരിമിതവുമാണ്. അഹങ്കാരത്താൽ ദൈവത്തിനെതിരെ കലഹിച്ച് നിലം പതിച്ചുപോയ ദൂതനായിട്ടാണല്ലോ ലൂസിഫറിനെ നാം കാണുന്നത്. എന്നാൽ സാത്താൻ മതത്തിൽ ഇതിന് വിരുദ്ധമായ ആശയങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. പിശാച് ഇല്ലെന്ന് ആളുകളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് സാത്താന്റെ ഏറ്റവും വലിയ തന്ത്രം. സാത്താൻ ആളുകളെ വഞ്ചിക്കുവാൻ ആഗ്രഹിക്കുന്നതിന്റെ ഭാഗമാണ് ഇത്. സാത്താൻ ഇല്ലെന്ന് വിശ്വസിക്കുന്നത് പുരോഗമനമായും ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ അന്ധവിശ്വാസമായും തെറ്റായി വ്യാഖ്യാനിക്കുവാൻ സാത്താനിക ആരാധകർക്ക് കഴിയുന്നു. ഇല്ലാത്ത ഒന്നിനെ എന്തിനു പേടിക്കണമെന്നാണ് സാത്താൻ ആരാധകർ ചോദിക്കുന്നത്. സാത്താനിക കൂട്ടായ്മകൾക്കിടയിൽ ഇത്തരത്തിൽ തന്ത്രമോ തെറ്റിദ്ധാരണയോ ആണെന്ന് കരുതപ്പെടുന്ന പലതും പുറമേക്ക് കാണുന്നതിനേക്കാൾ കൂടുതൽ അകമേ സങ്കീർണതകൾ ഉള്ളവയാണെന്ന് റിയാൻ പറയുന്നുണ്ട്. എന്നാൽ സാത്താനിക് ആചാരങ്ങളും മറ്റും ഉപയോഗിച്ച് കാര്യങ്ങൾ യാഥാർത്ഥമാക്കുന്ന സമയം മുതൽ അതിൽ നിന്ന് പുറത്തു കടക്കുവാൻ ഏറെ പ്രയാസം അനുഭവപ്പെടുകയും ചെയ്യും. സാത്താനിസ്റ്റുകൾ എങ്ങനെയായിരിക്കണമെന്ന് ഒരു ഊഹം നമുക്കുണ്ട്. അവരുടെ ബാഹ്യരൂപവും പ്രകൃതവും അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുമുണ്ട്. എന്നാൽ പല സാത്താനിസ്റ്റുകളും സാധാരണക്കാരെ പോലെ കാണപ്പെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പോലീസുകാരും അധ്യാപകരും മുതൽ സാധാരണ ജോലി ചെയ്യുന്നവർക്കിടയിൽ വരെ സാത്താനിസ്റ്റുകൾ ഉണ്ടായേക്കാം എന്നൊരു മുന്നറിയിപ്പ് റിയാനുമായുള്ള സംഭാഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാനാകും. സാത്താനിക ആരാധനകളിൽ മൃഗബലി നടക്കാറുണ്ട്. മൃഗങ്ങളെ കൊന്ന് രക്തം കുടിക്കുന്നത് പോലെയുള്ള എത്രയെത്ര ഭീകരതകളാണ് ഇവിടെ അരങ്ങേറുന്നതെന്ന് പറയാനാവില്ല. പിശാചുകളെ വിളിക്കുന്നവരും പിശാചുകൾക്കൊപ്പം പ്രവർത്തിക്കുന്നവരുമായി ധാരാളം പേരുണ്ട്. ഒക്കൾട്ട് വിദ്യകൾ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്കും
ഭൂതങ്ങൾ എല്ലായ്പ്പോഴും ഒരു പ്രത്യേക രീതിയിൽ പ്രത്യക്ഷപ്പെടാറുമുണ്ട്. ക്രിസ്തു വിശ്വാസത്തിലേക്ക് മാറിയെങ്കിലും അതിനു മുൻപ് തന്നെ ആ സ്നേഹത്തിലേക്ക് വഴിയൊരുക്കിയ ഒരു സംഭവത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഓർമ്മയും റിയാൻ പങ്കുവെക്കുന്നു. ക്രിസ്തുവിനെ തള്ളി പറഞ്ഞുകൊണ്ടുള്ള റിയാന്റെ ഒരു അഭിമുഖം കണ്ടതിനു ശേഷം ഒരു ക്രൈസ്തവ സ്ത്രീ അദ്ദേഹത്തെ ആശ്ലേഷിച്ചുകൊണ്ട് നൽകിയ നിരുപാധികമായ സ്നേഹം റിയാനെ ആഴത്തിൽ സ്പർശിച്ച മറ്റൊരു അനുഭവമായിരുന്നു. അങ്ങേയറ്റം നിർവ്യാജവും അഗൈതവുമായിരുന്നു ആ സ്ത്രീയുടെ പ്രതികരണം. ആ സ്നേഹപ്രവൃത്തി റിയാനെ ആഴത്തിൽ സ്വാധീനിക്കുകയും അദ്ദേഹത്തിൽ അവഗണിക്കുവാൻ കഴിയാത്ത ഒരു പരിവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ആ അനുഭവത്തെക്കുറിച്ച് റിയാൻ പറഞ്ഞത് ഇപ്രകാരമാണ്: ഒരു ക്രിസ്ത്യാനിക്ക് എങ്ങനെയാണ് ഇത്രയധികം നിരുപാധികമായി സ്നേഹിക്കുവാനും എന്നെ പോലെയുള്ള ഒരു പാപിയെ സ്വീകരിക്കുവാനും കഴിയുന്നത് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത് ആദ്യ അനുഭവമായിരുന്നു. ഒരിക്കലും സ്നേഹിക്കപ്പെടാത്ത വിധത്തിലായിരുന്നിട്ടും അവൾ എന്നെ സ്വീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. അവൾ എന്നെ ആശ്ലേഷിക്കുക മാത്രമേ ചെയ്തുള്ളൂ, ഒരു വാക്കുപോലും പറഞ്ഞില്ല. എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഹൃദ്യമായ ഒരു അനുഭവമായിരുന്നു. ജീവിതത്തിലെ ആദ്യത്തെ അനുഭവം. ഈ ഇടപെടൽ ആഴത്തിൽ സ്വാധീനിച്ചതിനെ തുടർന്നാണ് റിയാൻ സാത്താനിസത്തെ പൂർണ്ണമായി നിരസിക്കുന്നതിലേക്ക് എത്തിച്ചേരുകയും ക്രിസ്തീയ വിശ്വാസം ആശ്ലേഷിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. വീണ്ടും ഒരു ജനനം പോലെയുള്ള അനുഭവത്തോടാണ് റിയാൻ അതിനെ വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ സുവിശേഷത്തിന്റെ, ദൈവസ്നേഹത്തിന്റെ യഥാർത്ഥ പാതയിലൂടെയാണ് റിയാന്റെ ജീവിതം. വിശ്വാസം പങ്കിടുകയും സാത്താനിസത്തിൽ നിന്ന് പുറത്തു കടക്കുവാനും ക്രിസ്തീയ വിശ്വാസത്തിൽ യഥാർത്ഥ പ്രത്യാശ കണ്ടെത്തുവാനും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്തുകൊണ്ടുള്ള ജീവിതമാണ് റിയാന്റേത്. അങ്ങനെ 2022 ദക്ഷിണാഫ്രിക്കയിലെ സാത്താൻ സഭയുടെ സ്ഥാപകൻ യേശുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ജനിച്ച വർഷമായി മാറുകയായിരുന്നു. ഞാൻ അനുഭവിച്ച ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ അളവ്, അവനെ അനുഗമിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ലായിരുന്നു. എന്നെ രക്ഷിച്ചത് ക്രിസ്തുവാണ്, അദ്ദേഹം പറയുന്നു. ക്രിസ്തുവിന്റെ സ്നേഹമാണ് റിയാന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനവും അവലംബവും. സാത്താൻ ആരാധനയിൽ നിന്ന് പുറത്തിറങ്ങി ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിച്ചിറഞ്ഞ നാൾ മുതൽ സാത്താൻ ആരാധകരിൽ നിന്ന് തനിക്ക് തുടർച്ചയായ ഭീഷണികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നും റിയാൻ വ്യക്തമാക്കുന്നുണ്ട്. പ്രാർത്ഥനയുടെ ശക്തിയെ പൂർണ്ണമായും കുറച്ചു കാണുന്നവരാണ് ക്രൈസ്തവരെന്നാണ് റിയാന്റെ നിരീക്ഷണം. എപ്പോഴും പ്രാർത്ഥിക്കുവാൻ കഴിയുന്നതുകൊണ്ടും പ്രാർത്ഥന എല്ലായിടത്തും ഉള്ളതുകൊണ്ടും ആളുകൾ അതിനെ വളരെ നിസ്സാരമായിട്ടാണ് കാണുന്നത്. ആത്മീയ ലോകം എന്നത് യഥാർത്ഥത്തിൽ നമ്മളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു സ്ഥലമല്ല, അത് നമ്മുടെ ഉള്ളിലുള്ള ചുറ്റിലുമുള്ള സ്ഥലമാണ്. ശത്രുക്കളും അരൂപികളും നമ്മെ നിരന്തരം നിരീക്ഷിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഭയപ്പെടുക എന്നല്ല അതിനർത്ഥം. അതേക്കുറിച്ച് നാം ബോധവാന്മാരായിരിക്കുക. അതിനേക്കാളെല്ലാം അപ്പുറം ക്രിസ്തുവിന് അവയുടെ മേലുള്ള അധികാരത്തെക്കുറിച്ച് മനസ്സിലാക്കുക. ദൈവത്തിന്റെ ഭരണം നമ്മുടെ ജീവിതങ്ങളിലെ മേലും പ്രഖ്യാപിക്കുക. യേശു പിശാചിനെ കീഴ്പ്പെടുത്തി എന്ന വസ്തുത പലതവണ പ്രത്യേകിച്ച് ഉച്ചത്തിൽ പ്രാർത്ഥിക്കുക. ദൈവവചനത്തിനാണ് നരകത്തിന്മേലുള്ള പൂർണ്ണ അധികാരമുള്ളത്. യേശു യഥാർത്ഥത്തിൽ ശത്രുവിനെ കുരിശിൽ കീഴടക്കി എന്ന വസ്തുത നാം ഓർമ്മിക്കുമ്പോഴാണ് നാം യേശുവിൽ വിജയശ്രീലാളിതരാകുന്നത്. ഇതാണ് റിയാൻ പറയുന്നത്. ഏത് ഇരുട്ടിലേക്കും കടന്നു വരുവാൻ മാത്രം ശക്തിയുണ്ട് പ്രകാശത്തിന്. പ്രകാശധാരയിൽ അപ്രത്യക്ഷമാകാത്ത ഒരു ഇരുട്ടുമില്ല. റിയാന്റെ ജീവിതം പറഞ്ഞു തരുന്നത് ഇക്കാര്യമാണ്. ഒക്കൾട്ട് വിദ്യകളുടെ പിന്നിലുള്ള അപകടങ്ങളെക്കുറിച്ച്, സാത്താനിസ്റ്റുകൾ യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നതിനെ കുറിച്ച്, സാത്താൻ ആരാധനാ സമൂഹത്തിൽ നടക്കുന്ന വിതയ്ക്കുന്ന അപജയങ്ങളെക്കുറിച്ച്, ഇങ്ങനെ നിരവധി തിന്മകൾക്കെതിരെയുള്ള ജാഗ്രതപ്പെടുത്തലും മുന്നറിയിപ്പുകളുമാണ് സാക്ഷ്യങ്ങളിലൂടെയും മിനിസ്ട്രികളിലൂടെയും റിയാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ ക്രിസ്തുവിനെ എന്തുമാത്രം തള്ളിപ്പറഞ്ഞോ, സാത്താനു വേണ്ടി എത്രയധികം ഓടിയോ, അതിന്റെ 10 മടങ്ങ് തീക്ഷ്ണതയോടെ ഇപ്പോൾ ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയാണ് റിയാൻ. അതിനായി പല മാധ്യമങ്ങളും അയാൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ, കേൾക്കുമ്പോൾ ദൈവത്തിന് രക്ഷിക്കുവാൻ കഴിയാത്തത്ര ദൂരം ആരെങ്കിലും പോയിട്ടുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആ വിശ്വാസം തെറ്റാണ് എന്നാണ് റിയാന്റെ ജീവിതം അനാവരണം ചെയ്യുന്നത്. ക്രിസ്തുവിന് ആരെയും ഉപേക്ഷിക്കാനാവില്ല. അവിടുന്ന് എല്ലാവരുടെയും രക്ഷകനാണ്. ലോകത്തിലുള്ള സകല ജാതി മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്നാണ് അവിടുത്തെ ആഗ്രഹം. ആലയിൽപ്പെടാത്ത ആടുകളും തനിക്കുണ്ടെന്ന് ക്രിസ്തു പ്രഖ്യാപിക്കുമ്പോൾ ക്രൈസ്തവരെ മാത്രമല്ല മനപരിവർത്തനത്തിലേക്ക് അവിടുന്ന് ക്ഷണിക്കുന്നത് എന്ന് വ്യക്തമാണ്. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാത്രമായി പരിമിതപ്പെടാതെ അതിനപ്പുറമുള്ള ക്രിസ്തീയതയിലേക്ക് എല്ലാവരും എത്തിച്ചേരണമെന്നാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാനസാന്തരം ക്രൈസ്തവർക്ക് മാത്രമുള്ളതല്ല, മനുഷ്യരാശിക്ക് മുഴുവനായുള്ള ദൈവത്തിന്റെ ക്ഷണമാണ് മാനസാന്തരം. നിങ്ങൾ ആരും ആയിരുന്നു കൊള്ളട്ടെ, ഏത് അവസ്ഥയിലേക്കും അധപ്പതിച്ചു പോയവനുമായിക്കൊള്ളട്ടെ, തിരിച്ചു വരുവാൻ നിങ്ങൾക്ക് വഴികളുണ്ട്. മാനസാന്തരം എന്നത് ഇന്നലെ അവസാനിച്ച് പൂർത്തിയായ സംഭവമല്ല, ഇന്നും
തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ്. നാളെയും സംഭവിക്കാനിരിക്കുന്ന പ്രതിഭാസമാണ്. പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാമെന്നാൽ മാനസാന്തരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുക. കാരണം എല്ലാവരും മാനസാന്തരപ്പെട്ട് തന്റെ പക്കലേക്ക് തിരികെ വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കടും ചുമപ്പായ നമ്മുടെ പാപങ്ങളെ പോലും മഞ്ഞുതുള്ളിയുടെ പോലെയുള്ള നൈർമല്യവും നിറവും കൊണ്ട് ശുദ്ധിയാക്കുവാൻ ദൈവത്തിന് സാധിക്കും. തിരിച്ചറിവുകളാണ് മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് തിരിച്ചറിവുകൾ ഉണ്ടാകട്ടെ, മാനസാന്തരങ്ങൾ. അത് അങ്ങകലെ നിന്ന് മുഴങ്ങിക്കേട്ട ആ ആഹ്വാനം ഇപ്പോൾ നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്നു. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. മറ്റൊരു മാനസാന്തര കഥയുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടാം. ഓരോ മാനസാന്തര കഥയും നമ്മിലും മാനസാന്തരത്തിന്റെ വിത്ത് വിതയ്ക്കട്ടെ.